നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫുട്ബോളിൽ നമുക്ക് ഒരു പോഡ്കാസ്റ്റ് ചാനലുണ്ട്. അതിൽ നമ്മൾ ഓപ്പൺ ടോക്ക് എന്നുള്ളൊരു വീഡിയോ സീരീസിലൂടെ വാർത്തകൾക്കപ്പുറമുള്ള നമ്മുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെയാണ് പങ്കുവെക്കുന്നത്. ഓരോ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കുറേ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. വാർത്ത പറയുന്ന കൂട്ടത്തിൽ നമ്മൾ അഭിപ്രായം അങ്ങനെ മിക്സ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി വേറെ ഒരു എപ്പിസോഡ് ഓപ്പൺ ടോക്ക് എന്ന പേരിൽ മറ്റൊരു ചാനൽ ആരംഭിച്ചതാണ്. നല്ല പിന്തുണ സുഹൃത്തുക്കളിൽ നിന്ന് അതിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ക്രിക്കറ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓൾറെഡി നമുക്ക് റാഫ്റ്റോ ക്രിക്കറ്റിൽ നമ്മൾ ഓരോ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അധികം വാർത്തകളും പിന്നെ കുറച്ച് റിവ്യൂസും ഒക്കെയാണ് പങ്കുവെക്കുന്നത്. ഈ റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ എന്നുള്ള ചാനൽ ഉണ്ടാവാനുള്ള സാഹചര്യവും മറ്റുമൊക്കെ നിങ്ങൾക്കറിയാം. ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഒരു വാച്ച് ലോങ് സമയത്ത് സ്ട്രൈക്ക് കിട്ടി റാഫ്റ്റോ ക്രിക്കറ്റിന്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് നമ്മൾ പെട്ടെന്ന് തുടങ്ങിയതാണ് റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി അന്ന് നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി. പിന്നെ നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റിലുണ്ടായിരുന്ന ഫാൻ ഫൈറ്റ് വീഡിയോ സീരീസ് ഇങ്ങോട്ടേക്ക് മാറ്റി. സാധാരണഗതിയിൽ കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഒക്കെ ആയിട്ട് ആ വീഡിയോകളാണ് ഈ ഒരു ചാനൽ ക്രിക്കറ്റ് എക്സ്ട്രയിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാർത്തകൾക്കപ്പുറം നമുക്കുള്ള അഭിപ്രായങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കാൻ ഒരു ക്രിക്കറ്റിൽ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസ് പോലെ നമ്മളിവിടെ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. റാഫ്റ്റോ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് 1 അതാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കും ഇതിലൊക്കെ ചേർന്ന് പങ്കെടുത്ത് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറ്റുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് നല്ല രൂപത്തിൽ ക്രിക്കറ്റ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഈ ക്രിക്കറ്റ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മുടെ IPL അവസാനിച്ചതിന് ശേഷം കാഴ്ച പരിമിതരായിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ഗൂഗിൾ മീറ്റിലൂടെ അവരോട് കുറേ സമയം സംസാരിക്കാൻ കഴിയുകയും ചെയ്തു. വളരെ സീരിയസ് ആയിട്ട് അവർ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിലൊരു സുഹൃത്ത് ആ ചർച്ചയ്ക്കിടയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അതേസമയം ഫുട്ബോളിലൊക്കെ ഉള്ള പോലെ കുറേ ലീഗുകളൊക്കെ വളർന്നു വന്ന് ആ രൂപത്തിലേക്ക് ക്രിക്കറ്റ് മാറുമോ, അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് അന്നൊരു സുഹൃത്ത് ചോദിക്കേണ്ടായി. അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് പണ്ഡിതരൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പോലെ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് വലിയ പണ്ഡിറ്റൊന്നുമല്ല. അപ്പം ലഭ്യമാവുന്ന വിവരങ്ങളും മറ്റുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ചോദ്യം അങ്ങനെ മനസ്സിലൊരു ഭാഗത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്ന് നിക്കോളാസ് പൂറൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ ഹെൻറി ക്ലാസിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം കണ്ടതാണല്ലോ. അതിൻ്റെ ഞെട്ടൽ അവസാനിക്കുന്നതിന് മുമ്പ് നിക്കോളാസ് പൂറൻ്റെ വിരമിക്കൽ പ്രഖ്യാപനവും വരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ, പൂറൻ വിരമിച്ചു എന്നുള്ള വീഡിയോയുടെ താഴെ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് അവസാനിച്ചു, ഇന്ത്യ മാത്രം ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും മിക്കവാറും എന്നാണ് ആ സുഹൃത്തിൻ്റെ കമൻറ്റ്. അതുപോലെ IPL നിർത്തലാക്കൂ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിനെ രക്ഷിക്കൂ എന്ന് പറയുന്നവരുണ്ട്. IPL പോലെയുള്ള ലീഗുകളിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ പിന്നെ എന്തിന് ദേശീയ ടീമിന് വേണ്ടി കളിക്കണം, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ നടത്തേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. താരങ്ങളൊക്കെ ഇങ്ങനെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ലേ എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ വർഷം മാത്രമായിട്ട് വന്നിട്ടുള്ള റിട്ടയർമെൻറ്റുകൾ നമ്മൾ നോക്കുകയാണ്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. അത് നമുക്ക് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം ടെസ്റ്റിൽ തുടരും. T20I ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചെങ്കിലും ടെസ്റ്റിൽ തുടരും. ഇനി വേണമെങ്കിൽ ODI വിരമിച്ചാലും ടെസ്റ്റിൽ അദ്ദേഹം തുടരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ആഗ്രഹിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നു. അത് മാറ്റിവെക്കാൻ BCCI ശ്രമിച്ചു, എന്നിട്ടും അത് നടന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് വിരമിക്കൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം വിരമിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ T20I ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിച്ചിട്ടുള്ളതാണ്. ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം കളി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2027 വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ BCCI കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അദ്ദേഹം വിരമിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിട്ടും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ചർച്ച ചെയ്യണം. ഏതായാലും അദ്ദേഹവും വിരമിച്ചു. പക്ഷേ ഇതൊരു ഞെട്ടലുളവാക്കിയ റിട്ടയർമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു, മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അത് തീർച്ചയായിട്ടും ഒരല്പം ഒരു ഞെട്ടലുണ്ടാക്കിയ കാര്യം തന്നെയാണ്. മാക്സ്വെല്ലിന് കളി തുടരാമായിരുന്നു ഏകദിനത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ഹെൻറിക് ക്ലാസൻ റിട്ടയർഡ് ഫ്രം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് എന്നുള്ളതാണ് ശരിക്കും ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്ത. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ സക്സസ്ഫുൾ ആയിരുന്നില്ലെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്കിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എന്തായാലും ക്ലാസൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്നൊക്കെ ക്ലാസൻ അതിൽ പറയുന്നുണ്ട്. ആ ഞെട്ടലങ്ങ് അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് 29 വയസ്സുള്ള നിക്കോളാസ് പൂറൻ പറയുന്നു, ഞാനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോർമാറ്റ് അല്ല, ഏകദിനത്തിലും അതുപോലെ T20യിലുമാണല്ലോ അദ്ദേഹം കളിച്ചിരുന്നത്. ആ 2 ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ ചോദ്യം ഇതാണ്, ഈ താരങ്ങളൊക്കെ 29 വയസ്സിലും മറ്റുമൊക്കെ വിരമിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് മടുത്തു തുടങ്ങിയോ? അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൊണ്ട് കാര്യമില്ല, അതിനപ്പുറത്തേക്ക് ഈ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുക, അതുകൊണ്ട് മാത്രമായിട്ട് വരുമാനം ലഭിക്കും, മുന്നോട്ട് പോകാൻ പറ്റും, അത്തരത്തിലേക്ക് ക്രിക്കറ്റ് താരങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കോഹ്ലി, രോഹിത് ഇവരുടെ വിരമിക്കലിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അത് അവർ ആവശ്യത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റൊക്കെ കളിച്ച് നല്ല രൂപത്തിൽ പോയിട്ട് അവസാനം എടുത്ത തീരുമാനം. അതേസമയം പൂറനും ക്ലാസിനും ഒന്നും ആ തരത്തിലെടുത്ത തീരുമാനമാണ് എന്ന് തോന്നുന്നില്ല. മറ്റ് കാര്യങ്ങളിപ്പം ക്ലാസും പറയുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെയുള്ള മറ്റ് നരേഷൻസ് അവിടെ വരുന്നുണ്ടെങ്കിലും ചോദ്യം ഇതാണ്, ഇത് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ലോകത്ത് നടക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് താരങ്ങൾ കണ്ടിട്ടുള്ളൊരു കുറുക്കു വഴിയല്ലേ ഈ വിരമിക്കൽ പ്രഖ്യാപനങ്ങൾ എന്നാണ്. അപ്പോൾ ഈ വാർത്ത കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു വാർത്തയുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, 2009 ഒരു വാർത്ത. ആൻഡ്രൂ ഫ്ലിൻഡോഫ് റിജക്ട്സ് ECB സെൻട്രൽ കോൺട്രാക്ട് ടു ബിക്കം ഫുൾ ടൈം ഫ്രീലാൻസ്. ദി ഗാർഡിയൻ്റെ റിപ്പോർട്ട് അന്ന് വന്നത് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് കൊണ്ട് തപ്പിയെടുത്തതാണ്. ഇപ്പോൾ 2009 സെപ്റ്റംബർ 15 ഈ ഒരു വാർത്ത അവർ കൊടുക്കുന്നത്. 2009 നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര വർഷമെടുത്തു എന്ന കാര്യം നോക്കുക. 10-16 വർഷക്കാലം എടുത്തു. പക്ഷേ അന്നേ ആൻഡ്രൂ ഫ്ലിൻഡോഫ് ഫ്രീലാൻസ് ക്രിക്കറ്ററായിട്ട്, ഫുൾ ടൈം ഫ്രീലാൻസ് ക്രിക്കറ്ററായിട്ട് മാറാൻ വേണ്ടി ആഗ്രഹിച്ചു. ECBയുടെ സെൻട്രൽ കോൺട്രാക്റ്റ് അദ്ദേഹം റിജക്റ്റ് ചെയ്തു. പക്ഷെ അന്ന് അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫ്രീലാൻസ് ക്രിക്കറ്റർ ആവുക, എവിടെയും പോയി കളിക്കുക, വേണമെങ്കിൽ ഇംഗ്ലണ്ടിനും കളിക്കാം, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റു പലരും എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അലക്സ് സെയിൽസൊക്കെ പിന്നീട് അത്തരമൊരു നിലപാടിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. ഫിൽ സാൾട്ട് ഒരു ഘട്ടത്തിൽ സെൻട്രൽ കോൺട്രാക്റ്റ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകുന്ന വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ താരങ്ങൾ ഉദ്ദേശിക്കുന്നത്? അന്ന് ആൻഡ്രൂ ഫ്ലിൻഡോഫ് വെട്ടാൻ ആഗ്രഹിച്ച വഴി, ആ വഴിയിലേക്ക് ഇപ്പോൾ റിട്ടയർമെൻറ്റിലൂടെ താരങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. അന്ന് ഫ്ലിൻഡോഫ് ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് കളിക്കുക. അദ്ദേഹത്തിന് പിന്നാലെ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ പിന്നീട് വന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്യമം സക്സസ് ആയില്ല. പക്ഷേ ഇപ്പോൾ പലരും അത് സക്സസ്ഫുൾ ആക്കാൻ റിട്ടയർമെൻ്റ് എന്നുള്ള മാർഗം കാണുന്നു. നിങ്ങൾക്കറിയാമല്ലോ, IPL പണം ഒഴുകുന്ന ക്രിക്കറ്റ് ലീഗാണ്. അതെങ്ങനെ ആരംഭിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുമ്പ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വേൾഡ് കപ്പിൽ നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് വളരെ മോശമാവുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മാറ്റം വരണമെന്നൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ അന്ന് ആരംഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ്, BCCI അല്ല അത് നടത്തിയത്, സെപ്പറേറ്റ് ഒരു ബോഡിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിൻ്റെ 2020 ഫോർമാറ്റിലുള്ള ലീഗ്, ആ ലീഗ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പിന്നീട് IPL ആയിട്ട് BCCI പകർത്തിയെടുക്കുകയായിരുന്നു. അല്ലാതെ പലരും പറയാറുള്ള പോലെ ലളിത് മോഡിയുടെ ഒരു പ്രത്യേക ആയിട്ടുള്ളൊരു ആശയമായിട്ട് വന്നിട്ടങ്ങ് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോയതൊന്നുമല്ല. അതിനു മുമ്പ് കപിൽ ദേവ് അവതരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആശയം, അത് പക്ഷേ BCCIയുടേതായിരുന്നില്ല എന്ന് മാത്രം. അതിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അത് ഗ്രാൻഡ് സക്സസ് ആയി ഇന്നത്തെ രൂപത്തിലേക്ക് IPL വളർന്നു മാറി. തുടക്കം മുതൽ തന്നെ അത് ഗ്രാൻഡ് സക്സസ് ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ അവിടെ വരികയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നവരും അപ്പോൾ ചിന്തിക്കുന്നത് 2 മാസം 2.5 മാസം കളിക്കുക, മോശമല്ലാത്ത ക്യാഷ് കിട്ടും, ഇന്ത്യയിൽ IPL കളിക്കുക, അപ്പുറത്ത് പോയി SA-20 കളിക്കുക, IL T20 കളിക്കുക, ബംഗ്ലാദേശിൽ അവരുടെ ലീഗുണ്ട്, പാകിസ്ഥാനിൽ PSL എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ലീഗുണ്ട്, അവിടെയും പോയി കളിക്കാം. ബിഗ് ബാഷിലും വിദേശ താരങ്ങളെ കളിപ്പിക്കാറുണ്ട്. MLC മേജർ ലീഗ് സോക്കർ പോലെ അമേരിക്കയിൽ MLC ഉണ്ട്. പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ മുംബൈ ലീഗ് ഉണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ യൂറോപ്യൻ T20 ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണെങ്കിൽ ദി 100 ഉണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? എല്ലായിടത്തും ഫ്രാഞ്ചൈസി ലീഗുകൾ വ്യാപകമാണ്. ഇതൊക്കെ ഒരേ സമയത്തുമല്ല, IPLൻ്റെ സമയത്തല്ല SA-20 നടക്കുന്നത്. അതുപോലെ IL T20 അത് ചിലപ്പോൾ ഒക്കെ ക്ലാഷ് വരാറുണ്ട് ആ ഒരു ഷെഡ്യൂളിൽ, ശരിയാണ്. അത് ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റിയൊക്കെ വെക്കാം വിൻഡോ. PSL ഇത്തവണ IPLുമായിട്ട് ക്ലാഷ് ആവുന്ന രൂപത്തിലാണ് കലണ്ടർ ഇട്ടത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. MLC വേറെ സമയത്താണ് നടക്കുന്നത്, വെസ്റ്റ് ഇൻഡീസിലെ ലീഗ് നടക്കുന്നത് വേറെ സമയത്താണ്. അപ്പോൾ ഒരേ താരങ്ങൾ തന്നെയാണ് ഈ വ്യത്യസ്ത ലീഗുകളിൽ കളിക്കുന്നത്. അപ്പോൾ ISL കളിക്കാം, ISL അല്ല IPL കളിക്കാം, IPL കളിക്കാം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വ്യത്യസ്ത സമയത്ത് നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പോയി കളിക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരു സമയത്ത് നടക്കുന്ന SA-20 കളിക്കാം. മതിയല്ലോ. പിന്നെ എന്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കണം എന്ന് ചില താരങ്ങൾ ചിന്തിച്ചാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ രൂപത്തിലേക്ക് കളി മാറിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു പക്ഷേ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ ഈ ഫ്രാഞ്ചൈസ് ലീഗുകൾ വലിയ രൂപത്തിൽ പ്രഷറിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ കുറിച്ച് ഇന്നൊരു സുഹൃത്തിൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് അവരുടെ ഫെയിം അങ്ങ് വളർത്തിയെടുക്കാനും അതുവഴി ഫ്രാഞ്ചൈസി ലീഗുകളിൽ കയറിപ്പറ്റി അവിടെ പിടിച്ച് വലിയ രൂപത്തിൽ പണമുണ്ടാക്കാനുമാണ് പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന്. അത് വലിയ രൂപത്തിൽ അനലൈസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ രൂപത്തിൽ എല്ലാ ടീമിലെയും താരങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് സംഭവിക്കുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് മാത്രമാണ് ഇപ്പം പുറത്തുപോയി മറ്റ് ലീഗുകളിൽ കളിക്കാൻ പറ്റാത്തുള്ളത്. ബിഗ് ബാഷിൽ ഇന്ത്യൻ താരങ്ങളെ കളിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ BCCIയുടെ തീരുമാനം അനുസരിച്ച് അവിടെ പോയി കളിക്കാൻ പറ്റില്ല. IL T20 കളിക്കാൻ പറ്റില്ല, SA-20 കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഒഴികെയുള്ള അന്താരാഷ്ട്ര താരങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചിന്ത വന്നാൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഈ സുഹൃത്തിൻ്റെ കമൻറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇനിയിപ്പോൾ ഇന്ത്യ മാത്രമായിട്ട് കളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് അവസാനിച്ചു, ഇന്ത്യ മാത്രം ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും മിക്കവാറും എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പൊരുൾ അവിടെയാണ്. സോ BCCI ഇനിയിപ്പോൾ ഈ ഒരു നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നറിയില്ല. ഇത് തീർച്ചയായിട്ടും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോൾ താരങ്ങൾ വിരമിക്കുന്നത് ഫ്രാഞ്ചൈസി ലീഗുകൾ കണ്ടിട്ടാണെങ്കിൽ അത് എന്തായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം T20യുടെ ഒരു അതിപ്രസരമായിട്ട് വരുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് WTC ഒക്കെ വന്നതോടുകൂടി ഒന്നുകൂടി ആവേശകരമായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഏകദിന ക്രിക്കറ്റിന് ആ പഴയ രൂപത്തിലുള്ള ഒരു ആവേശമുണ്ടോ എന്നൊരു ചോദ്യമാണ്. T20 ക്രിക്കറ്റിലേക്കാണ് മിക്ക താരങ്ങളുടെയും ശ്രദ്ധയും വരുന്നത്. അതിലൂടെ തന്നെയാണ് പലരും വളർന്നു വരുന്നത്. ഇപ്പോൾ T20യിൽ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ടെസ്റ്റിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുത്ത അനുഭവം വരെ നമുക്കില്ലേ. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിനെ ഈ ഫ്രാഞ്ചൈസി ലീഗുകൾ വല്ലാതെ ഞെരുക്കുന്നുണ്ടോ? ഇൻ്റർനാഷണൽ ക്രിക്കറ്റിന് ഭാവിയില്ലേ? T20 ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ലീഗുകളിലേക്ക് താരങ്ങൾ കൂടുതലായിട്ട് ഒഴുകുമോ? അതൊരു ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും പ്രമുഖ താരങ്ങൾ ഇങ്ങനെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് മനസ്സിൽ കണ്ടിട്ടാണ് നേരത്തെ വിരമിക്കുന്നതെങ്കിൽ അതൊരു അലാം കോൾ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.